Hey guys, Assalamualaikum. Welcome back to my channel. Hi baby. എന്താ ചെയ്യുന്നേ? ബോൾ എവിടെ? വാ ഇങ്ങോട്ട് വാ. സൈക്കിൾ എടുക്കാൻ പോണെയാണോ? വീയരുത് സൈക്കിൾ, വീയരുത്. ഇങ്ങോട്ട് വാ. മേത്ത് വീയരുത് സൈക്കിൾ. മതിയില്ലേ കളിച്ചത്? അങ്ങോട്ടൊന്നും പോലെ. കള്ളം വിട്ടാൽ പുറത്തോ. ഗേറ്റ് അടക്കട്ടെ. ആ ഉമ്മി വന്നു. വാ 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 വാ. നോ 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 നോ. അപ്പൊ ഈവനിങ് ആയി. ഇപ്പൊ 6 മണിയായി. ഇവൻ നേരത്തെ കളിക്കാൻ പോയതാണ് പുറത്ത്. സോനനായിട്ട് സോനനായിട്ട് ഇട്ടിട്ടാ വണ്ടി ഓടിക്കണം നിങ്ങൾ വിചാരിക്കും. സുനു അത് പ്രാക്ടീസ് ചെയ്യണമായിരുന്നു ഓടിക്കാൻ. ഗ്രൂപ്പ് ഓണല്ലോ ഉമ്മി വണ്ടി പാർക്ക് ചെയ്യണേ. അപ്പൊ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു നേരത്തെ. അപ്പൊ സോനു ഇവനായിട്ട് ഇറങ്ങി പുറത്ത് കളിക്കാൻ. സൈക്കു കേട്ടെടുക്കുമോനെ. സൈക്കു കേട്ടെടുക്കില്ല, അവൻ പോവും. ഇവരെപ്പോഴും ഇങ്ങനെ പുറത്തു പോവും കളിക്കാൻ. മദ്രസൊക്കെ കഴിഞ്ഞിട്ട്. വണ്ടി എടുത്തോണ്ടോ ഇപ്പൊ പഠിച്ച അത്യാവശ്യം. ഓടി വീയരുത്. നമ്മൾ ഈ ഒരു ടൈം ആകുമ്പോ ഗേറ്റൊക്കെ അടക്കും. വീയരുത്. രണ്ടുപേരും വീയരുത്. ഓടി കളിച്ച മതിയില്ലേ? എബു നിറച്ചു വേർതിരിക്കണേ. മദ്രസൊക്കെ കഴിഞ്ഞ സ്കൂളിന്റെ വിശേഷമൊക്കെ എന്താ പറ? അങ്ങനെയാണോ ചപ്പൽ മാറ്റണത്? അങ്ങനെയാണോ ചപ്പൽ മാറ്റണത്? യെസ്. വെട്ടം വെളിച്ചം. കുഞ്ഞി എന്റെ കുഞ്ഞിന്ന് ഫുഡ് കഴിച്ചിട്ടില്ല. വേണ്ട, നോ 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 പറഞ്ഞോണ്ടിരിക്കുക. സൈഗം വാ, സ്കൂളിലത്തെ വിശേഷം പറ. ഇരിക്കെ. ഫൈറ്റ് ഒക്കെയാണോ ഫുൾ ടൈം? പിന്നെ വേദത്തിന് കളി കളിച്ച് സ്കൂളില് പെൻസിൽ ഇങ്ങനെ വെച്ചിട്ട് എന്തിനു പറയാം അതില്ലേ യെസ്സിൽ വീണു. അപ്പൊ തല നമ്മളെല്ലാരും വെച്ചെടുത്ത്. ആണോ? എങ്ങനെയായിരുന്നു മക്കളി? നല്ല പേടിയാണ്. എപ്പോഴും നോക്കിയാലും പ്രേതത്തിന്റെ കളിയാണല്ലോ. ഇവിടെ ഒക്കെ രണ്ടെണ്ണത്തിന് വേണ്ടാത്ത ശീലങ്ങളൊക്കെ പഠിച്ചു. 1 2 3 ഓൾറെഡി നേരത്തെ ഞാൻ വ്ലോഗ് തുടങ്ങിയായിരുന്നു. എങ്ങനെ റെക്കോർഡ് സ്റ്റാർട്ട് ആക്കാൻ. എപ്പോഴും അബദ്ധം പറ്റും. സോനു പറയും, നീ അത് റെക്കോർഡ് സ്റ്റാർട്ട് ആക്കാൻ, നീ അത് ഫ്ലിപ്പ് ആക്കാത്ത. പറ എന്നിട്ടെന്തായി? വേദം ഞാൻ മദ്രസയിൽ പഠിക്കുമ്പോൾ ഒരു പേപ്പർ അങ്ങനെ പിന്നെ ഞാനൊരു ദിവസം എനിക്ക് എന്തോരം പ്രേതത്തിന്റെ കഥ പറഞ്ഞു തരുമോ അറിയുവൻ. കൊതുവൊക്കെ കുത്തും. പുള്ളി പോണ്ടേ എന്നാ ആലോചിച്ചോണ്ടിരിക്കും. എനിക്ക് അറിയില്ലേ ഒരു പ്രേതത്തിന്റെ വീട്ടിൽ സോനുവിന് പ്രേതത്തിന്റെ വീട്ടിൽ പോണോന്ന്. വെറുതെ അല്ല, നീ എപ്പോഴും നോക്കിയാലും കൊച്ചിനെ പ്രേതത്തിന്റെ ഇത് കാണിച്ചിട്ട് കുഞ്ഞതെന്താ ജ്യൂസാ? ജ്യൂസാ? കൊത്തുകൊണ്ടട്ട മോനെ, ഉള്ളിക്കേരിക്കോ? വേണ്ട മോനോ. വ്യൂവേഴ്സിനെ കാണിക്കാനാണ്. എടുക്കാൻ പറ്റും. സൈഗിന് എടുക്കാൻ പറ്റും. വീണ്ട താഴെ പതുക്കെ. കറക്റ്റ് സൈഗുവാണ് ക്യാമറ പിടിച്ചിട്ടുള്ളത്. പതുക്കെ പിടിക്കാം. ചെയ്തോ ഇങ്ങനെ ഇത്ര മതി. ഓക്കെ. ചെടിയൊക്കെ മാറ്റിയത് ഇവിടെ ഈ ചെടിയൊക്കെ മാറ്റി ഈ ചെടിയൊക്കെ മാറ്റി എവിടെ നോക്കട്ടെ. ഇത് കാണിക്ക്.
ഒന്നും കാണില്ല. ജാസ്മിൻ്റെ ജാസ്മിൻ അല്ല, അത് വേറെ പൂവാ. ഞാൻ കാണിക്കാം. ഇവിടുത്തെ മരം വെട്ടി. ഇവിടുത്തെ മരം കാണിച്ചു കൊടുക്കാം നമുക്ക് ക്ലീൻ ആക്കിയ മൊത്തം. ഇതാട ഫുള്ള് ചവർ പോലെ ഉണ്ടായിരുന്നു സറൗണ്ടിങ്സ്. കണ്ട ഫുള്ള് ക്ലീൻ ആക്കി നമ്മൾ. പിന്നെ ഇവിടെ ഒരു വലിയ ട്രീ കണ്ടില്ലായിരുന്നു നമ്മൾ, അത് നമ്മൾ മാറ്റി. കുറുമ്പനവിടെ അവിടെ ഉണ്ട്. കുഞ്ഞു ട്രീ വെച്ച്. പിന്നെ ഈ പ്ലാന്റ്സ് നമ്മൾ മാറ്റി, വേറെ ആയിരുന്നു പ്ലാന്റ്. ഇവിടൊക്കെ പെയിന്റ് ചെയ്യണം എന്ന് മോനോ. ഓട് ചൂച്ചു. എവിടെയാണ് മോനു ചൂച്ചു? എവിടെയാണ് ചൂച്ചു? പോപ്പോ. ചൂച്ചു എവിടെയാ? വേണ്ട സൈഡ് വീട്. ചൂച്ചു എവിടെയാ? നടക്കട്ടെ. പോപ്പോ ഉണ്ട്, പോപ്പോ. എവിടെ കുഞ്ഞെ ചൂച്ചു? ചൂച്ചു എവിടെ? ചൂടില്ലല്ല മറ്റേത് നമ്മളെ ബൈക്ക്. ബൈക്ക്, സൈക്കിള്, ദീദിയുടെ സൈക്കിള്, ഓമ്മയുടെ വണ്ടി എല്ലാം ഉണ്ട് ഇവിടെ. കുഞ്ഞേ എന്ത് പറ്റിന് എന്റെ കുഞ്ഞിക്ക്? എനിക്ക് ബൈക്ക് ഓടിക്കാൻ പേടിയാണ്. ഞാൻ വിചാരിച്ച വീലുള്ള ബൈക്ക് തരാൻ പോണേന്ന്. ആണോ? അടുത്ത പ്രാവശ്യം നമുക്ക് എടുക്കാം. മതിയില്ലേ കളിച്ചേ? ആ ഇതൊരു സീസണാണ്. മഴയത്ത് ഫുള്ളും കൊഴിഞ്ഞു. ഓ വെയിൽ വേണോ ഇതിന്? വാവ് നൈസ്. ഇപ്പൊ കാണില്ല ആക്ച്വലി. വാവ് പിടിച്ചു പിടിച്ചു വരുന്നുണ്ട്. മാഷാ അല്ലാ, കൊള്ളാല്ലേ? ഇത് ഫുള്ള് ഇങ്ങനെ വന്ന സൈഡിൽ. ബുക്കാട്ടി. ഓ വല്ല വല്ല വർത്താനുള്ള ആണല്ലോ ഫ്രണ്ട്സും. നീ നല്ല രസമുണ്ട്. മാഷാ അല്ലാ, റിയൽ ആയിട്ട് കാണാൻ അടിപൊളിയാ. നീ ഫുള്ള് പറയണ ഇങ്ങനെ. കുഞ്ഞ് ഇനിയെങ്കിലും ഫുഡ് കഴിക്കോ? ബാ ലെറ്റ്സ് ഗോ. ഗെറ്റ് ഇൻ കുഞ്ഞ് ഗെറ്റ് ഇൻ. മതി വേർത്ത് ടൈമായി. ഗെറ്റ് ഇൻ. ഇനിയെങ്കിലും ഫുഡ് കഴിക്കും. ഉച്ച ഫുഡ് കഴിച്ചിട്ടില്ല ഗൈസ്. പിള്ളേരുടെ അവസ്ഥ ഇങ്ങനെയാണല്ലോ. 2 ദിവസം കഴിച്ചാ പിന്നെ അടുത്ത ദിവസം കഴിക്കൂല. ഐ ഡോണ്ട് ഫോഴ്സ് ഹിം ടു ഈറ്റ്. ഞാൻ ഫോഴ്സ് ചെയ്യാറില്ല. ഓ കുളിക്കാൻ പോണേനോ ഉമ്മിന് മുറ്റ്. വാ വേർപ്പൊക്കെ ഉണങ്ങി കുളിക്കാം. സൈക്ക് പോണേനോ? ഒരു ബായ് പറ സൈക്കോ. കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. സൈക്ക് ഇസ് ഗോയിങ് ടു ടേക്ക് ബൈ. പോയിട്ട് വാ. ട്രാൻസിഷൻ. കുഞ്ഞി ഗെറ്റ് ഇൻ. ലെറ്റ്സ് ഗോ. കം eat something. Get in. ഇവിടെ നിന്ന് വാ. Get in. Good boy. Yeah. Sandal. Crocs ഊര്. ചപ്പൽ എങ്ങനെ ഊരണേ? ചപ്പൽ ഊര് കുഞ്ഞി. ചപ്പൽ ഊരിയേ. എബു അങ്ങനെ കളിച്ച് വരുമ്പോ I give something to drink. ഞാൻ കുടിക്കാൻ കൊടുക്കാറുണ്ട്. ഇപ്പൊ ഇന്ന് മിൽക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡീഹൈഡ്രേറ്റ് ആയിട്ടുണ്ടാവുമല്ലോ. ചില ടൈമിൽ മിൽക്ക് കൊടുക്കും, വെള്ളം അല്ലെങ്കിൽ എനിത്തിങ് അങ്ങനെ എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കാറുണ്ട്. സോ ഇന്ന് മിൽക്ക് പ്രിപ്പയർ ആക്കി കൊടുക്കാം. സോ ഗൈസ് അവനക്കുള്ള മിൽക്ക് റെഡിയാണ്. അപ്പോൾ ഞാൻ ബോട്ടിലൊന്നും ആക്കി കൊടുക്കൂല. ഐ ജസ്റ്റ് ഗിവ് ഹിം ഇൻ ദ ഗ്ലാസ്. അവന് പിടിച്ച് കുടിക്കാറൊന്നുമില്ല. ഞാൻ തന്നെ കുടിപ്പിക്കും. ചിലപ്പോൾ ഓടി നടക്കേണ്ടി വരും, പല അംഗങ്ങളും കാണിക്കേണ്ടി വരും. സോ ലെറ്റ് me feed him. അപ്പോ എബ്രു മാമം വേണ്ടേ? എബ്രാൻ വരൂലേ? വെറുതെ പിന്നെ പേരിനെ വിളിക്കാം. എബു വന്നേ. അങ്ങനെ വിളിച്ച് അവൻ വന്നില്ല. പിന്നെ ഞാൻ തന്നെ പോയി കൊണ്ടുവന്നു. അതാണല്ലോ അതിന്റെ ഒരു റിയാലിറ്റി. അപ്പൊ ഇരിക്കുന്നുണ്ട്. നമുക്ക് പതുക്കെ ആദ്യമേ നോ റിജക്ഷൻ ആണ് ഗൈസ്. ആദ്യമേ ഒരു നോ. അൽഹംദുലില്ലാ. എങ്ങനെയാണ് എബു പറയണ്ടേ? അൽഹംദുലില്ലാ. ഇതും വേണ്ടേ? അടുത്ത ഏതാ? ഒരു പ്രാവശ്യം കണ്ടത് ഇവർ അടുത്ത പ്രാവശ്യം കാണൂലേ?
എന്നൊക്കെ പറയണ്ടേ, എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ബിസ്മില്ല. യമ്മി. വെറുതെ യമ്മി എന്നൊക്കെ പറഞ്ഞോളണം, അല്ലെങ്കിൽ കഴിക്കണ്ടേ. ഉച്ചക്ക് ചോറ് പോലും കഴിച്ചില്ല. 2 ദിവസം കറക്റ്റ് കഴിച്ചാ നെക്സ്റ്റ് 3rd ഡേ കഴിക്കൂല അവൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ ഡോണ്ട് ഫോഴ്സ് ഹിം. ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കും, പ്ലീസ് കഴിക്കോ എന്ന് പറഞ്ഞു നോക്കും. ചിലപ്പോൾ അവൻ കഴിക്കും. എൻ്റെ പിന്നെ കുറച്ച് സെൻറ്റ് ഡയലോഗൊക്കെ ഇടും, എനിക്ക് വിഷമോ കഴിക്കുന്നൊക്കെ പറഞ്ഞാൽ 2 വായ എടുക്കും, പിന്നെ അവൻ കഴിക്കൂല. ബാക്കി ചില ഡേയ്സ് ഹിൽ ഈറ്റ് നൈസ്ലി. അപ്പോൾ ഐ ഡോണ്ട് ഫോഴ്സ് ഹിം ലൈക്ക് കഴിക്ക്, അല്ലെങ്കിൽ അടിച്ച് കഴിപ്പിക്കല്, അടിച്ച് ഉറക്കിപ്പിക്കല്, അല്ലെങ്കിൽ അങ്ങനെ ഫോഴ്സ്ഫുള്ളി ഐ ഡോണ്ട് ഡു എനിത്തിങ് വിത്ത് ഹിം. അവൻ ഇഷ്ടമുള്ള പോലെ പതുക്കെ എല്ലാം. സോ ദാറ്റ്സ് ബെറ്റർ ഐ ഗെസ്. പിന്നെ ഓരോരാളും ഓരോ ടൈപ്പാണ്. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ട് ആ ഒരു ടൈപ്പിലാണ് അവനെ ഇതാക്കുക. പിന്നെ അവന് നോ പറയുമ്പോൾ ഐ ജസ്റ്റ് സ്റ്റോപ്പ്. ഹായ് ഫ്രഷ് ആയി വന്നല്ലോ. ട്രാൻസിഷൻ നേരത്തെ ഇങ്ങനെ കൊടുത്തല്ലേ, ഇങ്ങനെ വേണ്ട എടുക്കാൻ. സൈഗു സ്കൂളിൽ പോയി, ബാസ്കറ്റ് ബോൾ കളിച്ചു, മദ്രസ സെറ്റ് ഉണ്ടാക്കി, പുറത്ത് കളിച്ച് നൈറ്റ് സ്ലൈമിലൊക്കെ കളിച്ചു. ഇന്നലെ ഡാഡ ലുലു പോയപ്പോ സ്ലൈം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു 2 പേർക്കും. അതില് കളിച്ചു. പക്ഷെ അതിൽ കൂടുതൽ കളിച്ചത് ഇവരെക്കാളും ഡാഡാണ്. നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ക്ലേ പോലെ ആക്കി വെച്ചിട്ടുണ്ട് സ്ലൈം. ഞാൻ വരാം. ഇതാണ് സ്ലൈം. അത് ബ്ലൂവും ബ്രൗൺ ആണ്. അത് മിസ്സാക്കിയപ്പോ ഗ്രേ. ചോക്ലേറ്റ് ഞാൻ അപ്പുറത്ത് പോട്ടെ, നീ അപ്പുറത്തിരിക്കും. ഇതെന്താണ് കളറ്? ഗ്രീൻ. അത് കുഴപ്പമില്ല, 2 മിക്സ് ആക്കിയത് കുഴപ്പമില്ല. ഇതാ ഞാന് നേരത്തെ ഒരു പാത്രം ഉണ്ടാക്കിയാണ്, അത് ഉണ്ടാക്കാം. അത് ക്ലേ പോലെ ഇപ്പൊ സ്ലൈം പോലെ അല്ല, ക്ലേ പോലെ ഉള്ളു. ഞാൻ പറഞ്ഞില്ലേ, ക്ലേയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് റെഡിമെയ്ഡ് സ്ലൈം അല്ല ആക്ച്വലി. ഇത് ഉണ്ടാക്കണേ, ഇങ്ങനെ നമ്മള് പ്രോജക്ട്സ് ഒക്കെ ചെയ്യൂല, അങ്ങനെ ഉണ്ടാക്കണേയാണ്. ഇത് വന്നിട്ട് വീട്ടിലൊരാൾ ഭയങ്കര സയന്റിസ്റ്റ് പോലെയാണ്, ഭയങ്കര സ്കോപ്പ് ഒക്കെ കൊടുത്ത് ഭയങ്കര ഇതിലുണ്ടാക്കിയാണ്. പക്ഷെ അത് പാളിപ്പോയി എന്നാണ് നമുക്ക് മാത്രം അറിയണം. ഇങ്ങനെയാണോ നിങ്ങൾ കിഡ്സും മേത്ത് ചാടലുണ്ടോ? ഉള്ള 4 മുടി വലിച്ച് പറിക്കാറുണ്ടോ? ഞാൻ നിങ്ങൾക്ക് ഒരു ഷേപ്പ് ആക്കി കാണും. ഞാനോ ഇവർ സ്കൂളിൽ പോയപ്പോ ഞാനും ഇപ്പൊ കളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 1, 2, 3 ഒക്കെ ന്യൂമറിക്കൽസ് നമ്പേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. വലിക്കാൻ പോലെ ഇറ്റ്സ് വെരി ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ. ഭയങ്കര ഹാർഡായി. ഓ എന്റെ കുഞ്ഞേ, ഞാൻ സ്പൂൺ ഉണ്ടാക്കാം. നമ്മുടെ മുത്തെന്താണ്. ആക്ച്വലി ഐ വാസ് നോട്ട് തോട്ട് ഓഫ് ഡൂയിങ് എ വ്ലോഗ്. ഐ വാസ് നോട്ട് തിങ്കിങ് ഓഫ് ഡൂയിങ് എ വ്ലോഗ്. ഇരുന്ന് ചെയ്, ഇരുന്ന് ചൂടത്ത് വെച്ച് തന്നെ ഹാർഡായി. നേരത്തെ ഞാനും ഡാഡയും ഞാൻ തലയിൽ ഇങ്ങനെ വലിച്ചടിച്ച്. അപ്പൊ ഡാഡ ഉറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ മൊത്തം പള്ളിപ്പെരുന്നാൾ പോലെ ലൈറ്റ് ഓൺ ആക്കിയപ്പോ ഡാഡ എണിച്ചാണ്. എന്റെ ഷോളൊക്കെ വലിക്കല്ലേ കുഞ്ഞെ. ഇരിക്കെ അമ്മ കൊച്ചാണ്, ഇരിക്കെ. ഗുഡ് ബേബി അല്ലേ ഉമ്മയുടെ, ഗുഡ് ബേബി അല്ലേ, ഇരിക്കേ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് രാവിലെ മുതൽ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഐ വാസ് ഫീലിംഗ് സോ ഭയങ്കര ബോറടിയായിരുന്നു. സംസാരിക്കാൻ സമ്മതിക്കൂലേ ഇവര്, എന്തെയാണ് സംസാരിക്കാൻ സമ്മതിക്കൂലേ. അതാണ് കറക്റ്റ് ആയിരുന്നു ഞാൻ വെച്ചത്. ഷോള് വിടും കുഞ്ഞി, ഇത് തന്നെ പണി. എവിടെ പോയാലും ഷോള് വലിക്കലും മേത്ത് ഇതാക്കലും ഇത് തന്നെ പണി.
എനിക്ക് പ്രോപ്പറായിട്ട് ഇരിക്കാൻ പറ്റൂല. എന്താ അങ്ങനെ ഈറാനാ പറയണേ. പക്ഷെ അവനത് താഴെ വരും കുറച്ച് കഴിയുമ്പോ. നെറ്റ് കാണുന്നതാ ഭംഗി അവനക്ക്. മിൽക്കാണോ മമ്മൻ വേണോ? ഇപ്പഴത്തിരിക്കും. ബാ ഉമ്മി മാമൻ തരാം. ഇപ്പഴത്തി നമ്മി മാമൻ തരാട്ടാ ബേബിക്ക്. മിക്ക് മാമൻ തരാം. കുഞ്ഞി മാമ ചോദിച്ചു. ഗുഡ് ബോയ്. അപ്പൊ ഇതൊക്കെയാണ് ഒരു ഈവനിങ് ടൈമിലുള്ള വിശേഷങ്ങൾ. ലൈക്ക് കളി മദ്രസൊക്കെ അറ്റൻഡാക്കി കളിക്കാൻ പോവും. എബും കളിക്കും. അവൻ പോയി വരുമ്പോ ബബായാ മൊത്തം വ്ലോഗിൽ ഇപ്പൊ മാറ്റി കൊടുക്കണതേ ഉള്ളൂല്ല. കുറച്ച് സംസാരിക്കും മാറ്റി കൊടുക്ക. ഐ ഹോപ്പ് യു ക്യാൻ റിലേറ്റ്. ഡെയിലി ഒരു 100 പ്രാവശ്യം വിളിക്കും. ബൈ. സൗണ്ട് സ്ലൈം ഉണ്ട്. ഈ റിമോട്ടും കൊള്ളൂലല്ലേ സോനു? പറ്റൂലല്ലേ? കവർ വരെ ഇതായി. നോ ഇവൻ ഇഷ്ടം ഏതാന്ന് അവന് പറയാനും അറിഞ്ഞൂടാ, എനിക്ക് വെക്കാനും അറിഞ്ഞൂടാ. ഡെയിലി ഇത് അവസ്ഥ. അവർക്ക് ഇഷ്ടമുള്ളത് ഞാൻ വെക്കണ വരെ നോ നോ ആക്കിക്കൊണ്ടിരിക്കും. അതാണ് പ്രശ്നം. അതുവരെ ഞാൻ വെച്ചോണ്ടിരിക്കണം. ഈ ഫുഡൊക്കെ കൊടുക്കുമ്പോ ഇത് വെച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് തിന്നേ ഇല്ല. നമുക്ക് വേറെ ഓപ്ഷനും ഇല്ല. പണ്ടത്തെ നോ 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 നോ. ഇപ്പൊ വരും. മതി മതി, അത് കാണും, അത് കാണും. അടിപൊളി. ചൂടുവെള്ളത്തിലിട്ട് ഇട്. കൈ കഴുകണം. ഫുഡ് കഴിക്കണമെങ്കിൽ ഇപ്പൊ അത് തൊടണ്ട. അതന്നെ. നോ നോ നോ. കണ്ടില്ല അവൻ പറയണ എന്തറിയോ? നോ നോ നോ. ഗുഡ് ബേബി ആയിട്ട് കുടിച്ച ഈ പാലിപ്പോ പകുതി ടവറിലും പകുതി ഉണ്ട് വയറ്റി പോവും. ആ ഒരു ക്വാണ്ടിറ്റി നോക്കിട്ട് ഞാൻ എടുക്കുള്ളൂ. വായിലിട്ടേക്കണോ? വായിലെന്താ? ഞാൻ വിചാരിച്ച സ്ലൈം ഇട്ടേക്കണാണ്. യമ്മി. നിങ്ങളെല്ലാരും ചോദിക്കുന്നുണ്ടല്ലോ ലൈക്ക് എബുന് എന്താ കൊടുക്കണേ ഡെയിലി വീഡിയോ ഒക്കെ ചെയ്യാൻ. ഞാൻ ചെയ്യാതിരിക്കാൻ റീസൺ ഉണ്ട്. ഇന്ന് കഴിച്ചവൻ നാളെ കഴിക്കൂല, ഇന്ന് ഇഷ്ടപ്പെട്ടവൻ നാളെ ഇഷ്ടപ്പെടൂല. അപ്പൊ എന്തെന്ന് വീഡിയോ ചെയ്യാനാണ് ഞാൻ ഓർത്തിരിക്കണം. അപ്പൊ വെറുതെ നമ്മൾ ചെയ്ത കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് ചെയ്യാറ്. നോന്ന് പറയില്ല കുഞ്ഞെ, കഴിഞ്ഞിട്ടില്ല, സ്റ്റാർട്ടേ ചെയ്തിട്ടില്ല നീ കുടിക്കാൻ. അപ്പൊ തന്നെ നോന്നാ. പക്ഷെ ആ ഇൻസ്ട്രക്ഷൻസിൽ ഉണ്ടായിരുന്നല്ലേ ക്ലേ ആഡ് ചെയ്യാൻ? അതിലുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഭയങ്കര ഹാർഡായിരുന്നല്ലേ ആ ക്ലേ? ക്ലേ പിന്നെ നോർമൽ ടെക്സ്റ്റില് ക്ലേ എങ്ങനെയാണ് അതേപോലെ ആയിരുന്നു. നമ്മള് റെഡിമെയ്ഡ് സ്ലൈം തന്നെ എടുത്താൽ മതിയായിരുന്നു. ഡാഡ കണ്ടില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ പരീക്ഷിക്കാൻ എടുത്ത് കളിക്കാം. കൂടുതൽ കളിച്ച ബേബിയാണ്. സീരിയസ്ലി യു ഗൈസ് വിൽ നോട്ട് ബിലീവ് നമ്മൾ പറയുമ്പോൾ. നേരത്തെ രാവിലെ ഇവിടെ സ്കൂളിൽ പോയപ്പോൾ ഞാൻ എബനായിട്ട് കളിക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹി പ്ലേഡ് ഫോർ 1 hour. അത് നേരത്തെ പിന്നെ സ്കൂളിൽ കഴിഞ്ഞ് വന്നപ്പോ ഞാൻ കളിക്കണായിരുന്നു സ്ലൈഡിൽ. അപ്പൊ തന്നെ ഡാഡിയുടെ അടുത്ത് എന്തോ പറഞ്ഞു, എന്തോ ഹാർഡാണ് സോഫ്റ്റ് ആണോ എന്തോ ഞാൻ പറഞ്ഞു. എടുത്ത് ഞാൻ കളിക്കുന്ന സമയത്ത് ഡാഡ ഫോണിൽ എന്തോ സീരിയസ് ആയിട്ട് ചെയ്യണായിരുന്നു.
ഞാൻ പറഞ്ഞ അപ്പൊ തന്നെ ഡാഡ പെട്ടെന്ന് തന്നെ ഫോൺ അവിടെ സൈഡിലോട്ട് വെച്ചിട്ട് റിംഗ് ഒക്കെ ഊരിയിട്ട് എന്നിട്ട് ഡാഡ പറഞ്ഞിട്ട് പിന്നെ ഫുള്ള് അതിൽ തന്നെ കളിക്കണായിരുന്നു. എന്ത് പിള്ളേർക്ക് എന്ത് ടോയ്സ് മേടിച്ചാലും ഇരിക്കില്ലേ ഇങ്ങനെ കളിക്കും. അപ്പൊ പറയും എനിക്ക് ചെറുപ്പത്തിൽ ഇതൊന്നും കിട്ടിയിട്ടില്ല, അത്ര അതിന്റെ എക്സൈറ്റ്മെന്റ് ആണ് എനിക്ക് എന്നൊക്കെ പറയും. പാവം കിട്ടിയിട്ടില്ല, ഒരൊറ്റ ടോയ് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ തന്നെ ഭയങ്കര കെയർഫുൾ ആയിട്ട് അതിനെ നോക്കി ഇതാക്കി കൊണ്ടുണ്ടായിരുന്നു എന്നാ പറയണ. ഒരൊറ്റ ടോയ് ഉണ്ടായിരുന്നുള്ളൂ. ഐ ഹാഡ് ലോട്ട്സ് ഓഫ് ഡോൾസ്. എനിക്കിങ്ങനെ വേറെ ടോയ്സ് അല്ല, എനിക്ക് ഭയങ്കര ഡോൾസിനോട് ക്രേസ് ആയിരുന്നു. ഐ ഹാഡ് ലോട്ട്സ് ഓഫ് ബാബി ഡോൾസ്, അങ്ങനത്തെ ഡോൾസ് ഒക്കെ. എന്റെ ബ്രദറിന് ഫുള്ള് കാല് അങ്ങനെ ഒക്കെ. സുനുവിന്റെ ഏതായിരുന്നു ഫേവറേറ്റ്? എനിക്ക് അങ്ങനെയില്ല, എല്ലാം ഇഷ്ടം. എല്ലാം ഇഷ്ടം. കിച്ചൺ സെക്ഷനൊക്കെ കുറെ കളിക്കും. എനിക്കും ഉണ്ടായിരുന്നു കിച്ചൺ സെറ്റ്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ട് ടീച്ചർ കളിക്കും. ഇവിടെ ഇരിക്കും, കാണില്ല. ഒരു ഡോള് വെക്കോട്ടെ. ഞാൻ പറഞ്ഞ ഒന്നുമില്ല പറയാ, നീ നിന്നെ തന്നെ കാണിച്ചു. അല്ല ഒന്നുമില്ല, ഞാൻ എന്റെ അവസ്ഥ കാണിക്കണേ പിള്ളേരുടെ നടുവിൽ. ഇങ്ങനെയാണ് അവസ്ഥ. എനിക്ക് വിശേഷങ്ങൾ സുനു കൊറേ പറഞ്ഞു ബിഹൈൻഡ് ദ ക്യാമറ. അവളിങ്ങനെ ഷോൾ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ വാ ഇവിടെ ഇരിക്കും. അവിടെ കേറിയിരുന്നു. ഞാനിവിടെ ഇരുന്നോളാം. സുനുവിന്റെ ഒപ്പനയാണ് അല്ലെ സുനു 2-ന്? എന്താ കൂടിയത്? ഷോക്ക് അടിച്ചോണ്ടിരിക്കുന്നു. 2-ാം തീയതി ഗാന്ധി ജയന്തിന്റെ ഒപ്പനയാണ്. ബ്രൈഡ് ആവണ്ട സുനു സൈഡ് ഡാൻസറായിട്ട് അത് പറയാം. സുനൊപ്പം അത് പറയാൻ ചാനൽ പറഞ്ഞു. ഇവിടെ പറയാം. നൈസ്. അപ്പൊ നമ്മളെല്ലാം ഒപ്പനക്ക് ഓക്കെ. സൈഗു കുറച്ച് ഇങ്ങോട്ട് വാ. കുറച്ചിങ്ങോട്ട് നീങ്ങി താഴോട്ട് പറയാം. ഒപ്പനക്ക് കൊറേ വീഡിയോസ് ടീച്ചേഴ്സും പ്രിൻസിപ്പളൊക്കെ പറഞ്ഞ് സുനുന ഒപ്പനയില് ഇങ്ങനെ മണവാട്ടിയാ ഞാൻ ഇതുപോലെ കാണാൻ എന്തോ ആവശ്യത്തിന് കാണാൻ പോയപ്പോ പറഞ്ഞു. ഒപ്പനയില് മണവാട്ടിയാണ് അവളെ ബ്രൈഡ് ആക്കിയത്, റെക്കമെൻഡ് ചെയ്തത്. റെക്കമെൻഡ് ചെയ്തത്. സുനേനെ നമുക്ക് ബ്രൈഡ് ആക്കണം. ഞാൻ എന്നോട് ചോദിച്ചു, കുട്ടിക്ക് എന്നെ പോലെ കുറച്ച് ലുക്ക് ഉള്ളത് കൊണ്ട് ബ്രൈഡ് ആവാം. അങ്ങനെയൊക്കെ ഇരുന്ന് അങ്ങനെ ഒപ്പനയുടെ പ്രാക്ടീസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോ സുനുണ്ട് ഇങ്ങനെ ചിരിച്ചോണ്ട് അവളെ പറഞ്ഞിട്ട് കാര്യമില്ല, ബോറടിച്ചെന്നു. അപ്പൊ ഞാൻ എനിക്ക് ഡാൻസിനോട് കളിക്കണം എന്നിട്ട് ഇവരെ ഡാൻസ് കളിയെ. അപ്പൊ മണവാട്ടി വേറെ കുട്ടീനാക്കി. അപ്പൊ ഞാൻ ഇവള് ചോദിച്ചൊന്നുമില്ല. ആക്ച്വലി എല്ലാ കാര്യത്തിലും അവള് ചോദിക്കണതാണ്. എല്ലാത്തിലും ചോദിച്ചിട്ടാണ് ഡിസിഷൻ എടുക്കണം. അങ്ങനെ ചെയ്താൽ എങ്ങനെയാണ് പെട്ടെന്നൊരു ഡിസിഷൻ അങ്ങനെ ആയപ്പോ ഞങ്ങൾ ഇവിടെ ഇല്ല. എല്ലാരും മെയിൻ റോളിനെല്ലാം ആഗ്രഹിക്കുള്ളൂ. ഞാനങ്ങനെയാ, എനിക്ക് പ്രയോറിറ്റൈസ് ആയിരിക്കാം മെയിൻ സാധനം. അപ്പൊ മണവാട്ടി എന്ന് പറഞ്ഞപ്പോ തന്നെ ഞങ്ങളുടെ മനസ്സിൽ മണവാട്ടിയുടെ ആ മേക്കപ്പും ഞാനാണ് ഞാൻ കണ്ടും പോയി മനസ്സിൽ അന്ന് കാണാലേന്ന് വിചാരിച്ചാൽ ഇങ്ങനെ ഇരിക്കണായിരുന്നേ. ഇങ്ങനെ പറയുമ്പോ എന്റെ തെറ്റത്ത് വലിയൊരു കല്ലുണ്ടെന്നിട്ട് ആരോട് നീ ചോദിച്ചിട്ട് നീ ആദ്യമേ മണവാട്ടി ചെയ്താന്നില്ല എന്നിങ്ങനെ പറ്റൂല പറ്റൂല എനിക്ക് പറ്റൂല അങ്ങനെ എനിക്ക് അപ്പൊ തോന്നി അങ്ങനെ എനിക്കെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുക. അപ്പൊ ഡാൻസ് കളിക്കാന്ന് വിചാരിച്ച് അന്നാ പറഞ്ഞ ആദ്യമൊക്കെ ഇങ്ങനെ ദേഷ്യം വന്നില്ല. പിന്നെ പറഞ്ഞ എന്നാ ഓക്കെ ഞാൻ അടുത്ത പ്രാവശ്യത്തെ ഇതിന് നീ മണവാട്ടി എനിക്ക് ഒരു പ്രാവശ്യം ഒന്ന് കാണണം എന്ന് വെച്ചാൽ മനസ്സിൽ ഓൾറെഡി അങ്ങനെ കണ്ടുപോയല്ലോ. മനസ്സിലായ മണവാട്ടിയിലായിട്ട് കാണണോന്ന് പറഞ്ഞത് ഒറിജിനൽ അല്ല. ഒപ്പനയില് ആ വേഷത്തില് നല്ല രസം ഉണ്ടാവും എന്നുള്ളൊരു ആ ഒരു മൈൻഡ്. സോറിനങ്ങനെ മണവാട്ടിയായിട്ട് അവളെ കണ്ടുപോയി അതിൽ നിന്ന് മാറിയതില്ല. എനിക്ക് അങ്ങനെയല്ല, എനിക്ക് സുനു ലീഡ് റോളിൽ നിന്ന് മാറി. എനിക്ക് അവളെപ്പോഴും ലീഡ് റോൾ ചെയ്യാം, അതാണ് എനിക്ക് എല്ലാത്തിലും ഷീ ഷുഡ് ബി ലീഡിങ്. എനിക്ക് അതാ കാണാൻ ആഗ്രഹം. അത് മാറിയതിന്റെ ഒരു ചെറിയ വിഷമം ഉണ്ടായത്. പിന്നെ ഷീസ് ഓക്കെ വിത്ത് ദാറ്റ്. അവൾ മാറിയത് ഷീസ് ഹാപ്പി. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ പറ്റി പറഞ്ഞില്ല. ഇവർ അത് വിട്ടിട്ടില്ല ഇപ്പോഴും. സോറി അത് സഹിക്കാൻ പറ്റും. കൈയും കാലവേദന പറയുമല്ലോ. കൈ കാലൊക്കെ നല്ല കൊട്ടി കളിക്കണം. ഞാൻ പറയാം അങ്ങനെ തന്നെയാണോ മര്യാദക്ക് മണവാട്ടിയായിട്ട് ചിരിച്ചോണ്ടിരുന്നാ പോരായിരുന്നോ പറയാ. കണ്ടില്ല നമ്മുടെ ഫ്രെയിമിൽ എന്ത് രസം എല്ലാവരും കാണാൻ. മാഷാ ബേബി എന്തായാലും വരൂലെന്ന് തോന്നുന്നു. ഞാനില്ലാത്തതിന്റെ കുറവുണ്ട്. നമ്മൾ വിശേഷം പറയണേ എല്ലാം. ഇന്നത്തെ വിശേഷം യൂഷ്വൽ ടോക്സ്, കാഷ്വൽ ടോക്സ് ആണ്. സുനുടെ ഒപ്പന്റെ കാര്യം, ഒപ്പന്റെ മോന് ഒപ്പനയുടെ കാര്യം, ബ്രൈഡ് മാറിയ കാര്യം, അതൊക്കെ എന്താ
എന്താ നോക്ക അവന്റെ കൈ സൗണ്ടല്ലേ ഷോട്ടല്ലേ കയ്യിലെ പറ്റക്കണം നീ കാല് വെച്ചേക്കണം ഷോട്ടല്ലേ ഇവരെ രണ്ടുപേരും എപ്പോഴും പല അബദ്ധങ്ങളും കാണിക്കും ഗൈസ്. അപ്പൊ ചോരൊക്കെ വരാറുണ്ട്. അതാണ് നമുക്ക് പേടി. അപ്പൊ തലമുട്ട് പല്ല് കൊള്ളും. കളിയാണ് രണ്ടും. അതെന്താണ് കുർത്ത കെട്ടിന്റെ അങ്ങേറ്റാണ് ഗൈസ്. അത് ഇവൻ സൈഗും എബ്രുവിന്റെ മടി കിടക്കണതും എബ്രു ഒരുമിച്ചായിരിക്കും. അപ്പൊ ഠോ ചോര. അതുകൊണ്ട് ഇവരെല്ലാരും ഇരിക്കുമ്പോ പേടിയാണ്. എന്തെങ്കിലും മുട്ടോ പൊടിക്കോ ചോര വരുമോ. പക്ഷെ രണ്ടുപേർക്കും കളിക്കാൻ ഇഷ്ടമാണ്. ആ കെട്ടിപ്പിടിച്ച് ഇടിപിടിച്ച് കളിക്കാനൊക്കെ ഇഷ്ടം. അവൻ എബ്രു ഒന്ന് കുറച്ച് വലുതാവും നീ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇടിപിടിക്കുക ഇടിച്ച് കളിക്കുക എന്തെങ്കിലും ചെയ്യണം. ബോധം ഉണ്ടാവും. വെബ് ചെറുതായത് കൊണ്ടാണ് നമുക്ക് കെയർ എടുക്കണം. രണ്ടിനും ഭയങ്കര വെപ്രാളവും. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് നമ്മൾ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരും ചോറ് കഴിച്ചില്ല. ഞാൻ പുട്ടുവാ കഴിച്ചത്. പുട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് സുനു ചിക്കൻ കറിയും ബീഫ് ഉണ്ടെങ്കിൽ പുട്ട് അടിപൊളിയായിരുന്നു. സൈഗുന് പിന്നെ ഡെയിലി നമ്മൾ ചോറ് കൊടുക്കൂല. ഇടയ്ക്ക് ചോറ് കൊടുക്കണോണ്ട് ഇന്ന് ചോറ് കിട്ടിയ ആക്രാന്തത്തില് സൈഗു നല്ലോണം കഴിച്ചു സ്കൂളിൽ. ഓനും എബ്രു അൽഹംദുലില്ലാഹ് എനിക്ക് എപ്പോഴും പറയൂ. സൈഗിന് ഫേവറേറ്റ് മാസമാണ് നോമ്പ്. സൈഗിന്റെ ഫേവറേറ്റ് മാസം. കടികൾ കിട്ടുമല്ലോ. വെറൈറ്റി ഓഫ് കടി, ജ്യൂസ് അത് ഇതൊക്കെ കിട്ടും. സോ ബേബി ഈസ് ഗെറ്റിംഗ് റെഡി ടു ഗോ ഔട്ട്. ജസ്റ്റ് പുറത്തുപോയിട്ട് വരാം. പിന്നെ നാളെ 4th Saturday ആണ്. പക്ഷെ പ്രാക്ടീസ് അതെന്താ വിഷമം? അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണല്ലോ അങ്ങനെ പോവാൻ. കൊള്ളായിരിക്കും. പക്ഷെ ഡാൻസ് ടയർഡായിരിക്കും അല്ലേ? രസമായിരിക്കും. പക്ഷെ ഇന്നലെ ബേബി ചെയ്ത് കാണിച്ചു ഗൈസ്. ഒപ്പണ അതാണ് നിങ്ങൾ കാണണ്ടേ. ഒപ്പന ഒപ്പണ അതാണ് നിങ്ങൾ കാണണ്ടേ. അടിപൊളിയായിരുന്നു എക്സ്പ്രഷൻ. പക്ഷെ 1ാം തീയതി മെഹന്തി ഇടും സ്കൂളില്. മെഹന്തി എക്സൈറ്റഡ് ആണ്. സെക്കൻഡ് ഞാനും സോറി പറയണ മെഹന്തി അല്ല, മറ്റേ ഭരതനാട്യം ഇടുവല്ലോ മറ്റേ ഒരു റെഡ് കളർ. അതായിരിക്കും പറയണത്. സുനു പറയണല്ല മെഹന്തിയാ. മെഹന്തി ഞാനും പറഞ്ഞു മറ്റേ ചുമക്കണ പോലത്തെ ഇത് ഇടാനോ. നോർമൽ മെഹന്തി ജസ്റ്റ് ഒന്ന് പുറത്തു പോയി. ശരിയാ. അവനിടയ്ക്കിടയ്ക്ക് 6 വരെ അതൊന്നും. പക്ഷെ നാളെ പലവരും ഇല്ല. നാളെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലാത്തതുകൊണ്ടായിരിക്കും നിനക്ക് പോകാൻ തോന്നുന്നില്ല. നിഹാലില്ല. ട്രിപ്പിന് നിഹാല് കൊടൈക്കനാല് ഊട്ടി ട്രിപ്പ്. അത് കേട്ടപ്പോ തന്നെ ഞാനും സുനു ബേബിനെ കുറച്ച് പുഷ് ചെയ്യാൻ നോക്കി. 2 ദിവസം സ്കൂളില്ല. നമുക്ക് എവിടെ അത് പോകും നാളെ. പിന്നെ വേറൊരു പെണ്ണ ലീഷ. അവൾക്ക് പിന്നെ പനി. അപ്പൊ സുനു മാത്രം പോയിട്ട് ട്രിപ്പില് അവള് കഴിഞ്ഞ് മൺഡേ വീട്ടിലെത്തുന്ന പറഞ്ഞ. ട്യൂസ്ഡേ വരും. ട്യൂസ്ഡേ ഒരു ദിവസം ലീവ് മൺഡേ. ട്യൂസ്ഡേ സ്കൂളില്ല. പക്ഷെ ഞങ്ങൾക്ക് പ്രാക്ടീസ് അല്ല അന്നല്ലേ നിങ്ങൾക്ക്? അല്ല അത് സെക്കൻഡ് ആണ്. ആ സെക്കൻഡ് അന്നാണ്. എന്റെ ഫോൺ എടുത്ത അല്ലേ ഡേറ്റ് എത്ര? നിങ്ങൾക്ക് ഒക്ടോബർ 2-നല്ലേ? ഒക്ടോബർ 2-നാന്ന് നീ പറഞ്ഞ പോലെ എനിക്ക് ഓർമ്മ. ഒക്ടോബർ 2 വെനസ്ഡേ ആണ്. ട്യൂസ്ഡേ ഫസ്റ്റ് ആണ്. ട്യൂസ്ഡേ ഇടുന്നത്. അവള് ട്യൂസ്ഡേ വരും. എന്തിടണ ഡ്രസ്സാ? മെഹന്തി. 4 ഡ്രസ് കിട്ടുമെന്ന് പറയണം. 4 ട്രയൽ ആക്കണേ. ഫിറ്റിംഗ് ഒക്കെ കറക്റ്റ് ഫിറ്റിങ്ങും. പിന്നെ അവൾക്കത് അവള് വരുമ്പോ ചെയ്യാന്ന്. ട്യൂസ്ഡേ നിന്റെ ഫിറ്റ് ആയിരിക്കും. നിനക്കാൾ കുറച്ച് അടിയുണ്ടാവും. കൂടെ രീതി കറക്റ്റ് സെറ്റ് ആക്കണോ? ടൈറ്റ് ആക്കി അല്ലാതെ ഈ അമ്മമാര് കൂടുതലും അങ്ങനെ പിള്ളേർക്ക് അതാ പറഞ്ഞത്. കറക്റ്റ് സെറ്റ് ആക്കണം. ഭയങ്കര സുനുവിന്റെ എല്ലാ കാര്യവും നമ്മൾ ചെയ്യണോണ്ടിട്ട് നമുക്ക് ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാവും. ബട്ട് ഐ ഹോപ്പ് ഷീ ഡു ഇറ്റ്. അപ്പൊ അങ്ങനെ മിസ്സിന് മനസ്സിലാവുമല്ലോ ഫിറ്റിംഗ്. ഇന്നലെ കൊറേ ഒപ്പന വീഡിയോസ് കാണുന്നുണ്ടായിരുന്നു ഇവള്. അത് കണ്ടിട്ട് അപ്പൊ എല്ലാവരും അപ്പൊ ഇന്നലെ കൊറേ ആൾക്കാർ
ആൾക്കാരൊക്കെ കളിക്കുന്ന വീഡിയോസ് ഒക്കെ ഇവള് കാണുന്നുണ്ടായിരുന്നു. ഡാഡിനെ കാണിച്ചുകൊണ്ടുണ്ടായിരുന്നു. അത് ലൈക്ക് എന്ത് പറ്റിയാലും അവര് ഡാൻസിന് എടുത്തു. ഇത് ഓഫാക്കോട്ടാ, ഓവറാക്കണ. ആ യേശുവനുണ്ട് ഉമ്മക്ക്. ഏത് വെക്കാനാ വെച്ച് അതിപ്പോ ബോറടിച്ച്. വേറെ സ്ലൈമിന്റെ ഇത് സൂപ്പറാണ് ഇപ്പൊ. വാവ്, ഇത് സൂപ്പറാണ്. പൊളി പൊളി പൊളി. ഇങ്ങനെ ഇടുവന്ന് അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ സ്ലൈഡ് അതിന്റെ വേറെ സ്റ്റൈലുണ്ട്. എനിക്കത് ചേരില്ല. പക്ഷെ നമുക്ക് ആ മേക്കപ്പ് തന്നെ മനസ്സിലാവൂലോ ഒപ്പനയുടെ അപ്പോഴാണ് ചേരുന്നത്. ഭയങ്കരമായിട്ട് ഡാർക്ക്. ആ ഡ്രസ് ഇട്ടിട്ടൊന്ന് ഡാൻസ് കളിച്ച് നോക്കട്ടാ. അതെങ്ങനെ ഉണ്ടാവും കയ്യൊക്കെ. അല്ല മറ്റേ ഓണം ഡ്രസ്സൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. കേരള സാരി വേണോ പറയാം. എടുത്തു കൊടുത്തായിരുന്നു. ഇല്ല എനിക്ക് കിട്ടില്ല. എവിടെയുള്ളത് അത് പരിപാടിന്റെ അന്ന് കൊണ്ടുപോകാനാ. അതൊക്കെ എടുത്തൊരു സെറ്റാക്കി വെച്ചോളണം ഫസ്റ്റിനെ തന്നെ. പിന്നെ സ്ലൈഡ് എന്തൊക്കെ മേടിക്കാനില്ല. ഞാനെന്താ പറഞ്ഞ ഇന്നലെ കുറെ വീഡിയോസ് ഒക്കെ ഇവിടെ വേറെ പിള്ളേർ കളിക്കുന്ന കാണിക്കുന്നുണ്ടായിരുന്നു. അതിൽ കുറെ ട്രാജഡീസ് ഒക്കെ നടന്നത് ഞങ്ങൾക്ക് അറിയായിരിക്കും. ചില ഗേൾസിന്റെ ബാങ്കിലൊക്കെ പൊട്ടി ബ്ലഡ് ഇതായ ഇഷ്യൂ, പിന്നെ തലകറങ്ങി വീണ ഇഷ്യൂ. അവരെന്തായാലും നിർത്തൂലല്ലോ ഡാൻസ്. ഫുൾ തീർന്നു കഴിഞ്ഞിട്ടേ നിർത്തുള്ളൂ. അപ്പൊ ആ തലകറങ്ങി വീണ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമമായി. അത് കണ്ടിട്ട് അവരെ കോ ഡാൻസസ് ആരും നിർത്തണില്ല. ഒരാളവിടെ വീണിട്ട് ഇങ്ങനെ പടുക്കണാണ്. ആരും കേറാക്കുള്ള ഡാൻസ് തീർന്നവരെ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അത് ഒരു എക്സ്പ്രഷൻ ചേഞ്ചിൽ ഒന്നുമില്ല. ആ കുട്ടിയാണെങ്കിൽ കൂടെ അതൊക്കെ ഇയേഴ്സ് ബാക്ക് നടന്നതാണ്. ബട്ട് സ്റ്റിൽ ഐ ഫെൽറ്റ് സോ എമോഷണൽ. ഞാൻ ആദ്യമായിട്ട് അത് കാണുന്നത് സുനി നല്ല കാണിക്കും. അപ്പൊ ഞാനും ഡാഡ സുനിന്റെ അടുത്ത് പറയണായിരുന്നു, അങ്ങനെ ആർക്കെങ്കിലും നിങ്ങളുടെ ഗ്രൂപ്പിൽ നടക്കുകയാണെങ്കിൽ നോക്കിക്കൊള്ളണം, ഡാൻസ് ചെയ്തോണ്ടിരിക്കരുത്, അവരുടെ അടുത്ത് വേണം പോവാനെന്ന്. അപ്പൊ സുനൂസിലേക്ക് ആരെങ്കിലും അപ്പൊ വഴക്ക് പറഞ്ഞാലോ എന്തിനു ഡാൻസ് നിർത്തിട്ട് അങ്ങോട്ട് പോയി. അപ്പൊ ഞാൻ സുനിന്റെ അടുത്ത് ചോദിച്ചു, ഓക്കെ നമ്മൾ പറയണ വീട് നിന്റെ മനസ്സിൽ എന്ത് തോന്നും? അപ്പ ആരെങ്കിലും വീണാ നേരിട്ട് ഡാൻസ് ചെയ്യാൻ തോന്നും? അപ്പൊ സുനൂസിലേക്ക് ഇല്ല, എനിക്കങ്ങനെ തോന്നൂല, വിഷമോ, പക്ഷെ എനിക്ക് പേടിയാണ് വേറെ ആരെങ്കിലും വഴക്കും. ഞാൻ പറഞ്ഞു നിന്റെ മനസ്സിനങ്ങനെ തോന്നുമല്ലോ, അപ്പൊ നീ അത് കറക്റ്റ് എന്ന് തോന്നാ ചെയ്താൽ മതി, വേറെ ആൾക്കാർ വഴക്ക് പറയുന്നൊന്നും നോക്കണ്ടെന്ന്. ബിക്കോസ് നമുക്ക് അങ്ങനെ ഫീൽ ആവുമല്ലോ. എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് തന്നെ ഐ വാസ് ഫീലിംഗ് സോ ബാഡ്. ബിക്കോസ് നമ്മൾ ആരാണ് ഹ്യൂമാനിറ്റി ഇല്ലാതെ പ്രൈസിന് വേണ്ടി ഡാൻസ് കളിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങൾ സുനിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നീ തലകറങ്ങി വീഴരുത്, അത് വേറെ വിഷയം. നല്ലോണം വെള്ളം കുടിക്കണം. ബിക്കോസ് ടയർഡ് ആവും. 10 minutes വിതൗട്ട് ബ്രേക്ക് ആണ് അവർ കളിക്കാൻ പോണത്. ഭയങ്കര എനർജി വേണം. പിന്നെ ഫുൾ ടൈം ക്ലാപ്സ് അടിച്ചുകൊണ്ടല്ലേ ചെയ്യണം. ഭയങ്കര എനർജി വേണം. സുനുന്റെ കൈയൊക്കെ റെഡ് ആയിട്ടുണ്ടാവും ക്ലാപ്പ് അടിച്ച്. അപ്പൊ പറഞ്ഞിട്ടുണ്ട് നല്ലോണം ഫുഡ് അന്ന് വെള്ളം, ഡീഹൈഡ്രേറ്റ് ആവും ബോഡി. അപ്പൊ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക. പിന്നെ ഫ്രണ്ട്സ് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അവരുടെ സൈഡിൽ, അല്ലാതെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ വേറെ സ്കൂളിലാണ് ഇത് അവർക്ക്, അവരുടെ സ്കൂളല്ല. അവരുടെ സ്കൂളിൽ സോൺ എന്നായിരുന്നു പോയാൽ ഓക്കെ ആയിരുന്നേനെ. ഷീസ് ഗോയിങ് എലോൺ ഇൻ ദ സെൻസ് വിത്ത് ദ ടീം. പക്ഷെ നമ്മളാരും ഉണ്ടാവൂല, നമ്മളാരും ഉണ്ടാവൂല. അതിന്റെ ചെറിയൊരു ഇതുണ്ട്. ഫസ്റ്റ് ടൈം ആണ് അവൾ പോകണം. അവിടെ കളമശ്ശേരിയിലല്ലോ സഹോദയ, ഇതാണ് സഹോദയ കോമ്പറ്റീഷൻ. അല്ല എന്ത് കോമ്പറ്റീഷൻ? സഹോദയ CBC കോമ്പറ്റീഷൻ ആണ്. അപ്പൊ അതൊക്കെയാണ് ഈ ഇടയായിട്ടുള്ള നമ്മുടെ വിശേഷങ്ങൾ. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. നമ്മൾ പിന്നെ വർത്തമാനം പറഞ്ഞോണ്ടിരുന്ന ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഒന്ന് സംസാരിക്കാൻ തോന്നി. സോ ജസ്റ്റ് ക്യാമറ ഓൺ ആക്കി ഇതാണ് വൈബ്. അപ്പൊ സംസാരിച്ചത്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വിശേഷങ്ങൾ നമ്മുടെ. അപ്പൊ എന്തായാലും ഇടയ്ക്ക് ഇങ്ങനെ ബോറടിക്കുമ്പോൾ വിശേഷങ്ങൾ ടോപ്പിക് ആയിട്ട് നമുക്ക് സംസാരിക്കാം. നമ്മള് സംസാരിക്കുന്ന രസം അല്ലേ? അതാണ് അടുത്ത വർഷം എന്റെ ഇൻഷാല്ല വേറൊരു കിഡിലൻ ടോപ്പിക്. എന്റെ മുടി വലിക്കല്ലേ, മുടി പിടിച്ച് കളിക്കാൻ. അതന്നെ ഒരു ചെറുക്ക കളിച്ചു മുടി തന്നെ ഇല്ല. അവനെന്തോ ടോയ് പോലെയാണ് പിടിച്ച് വലിക്കണം. വഴക്ക് പറയാനും പറ്റൂല. അന്നേരത്തിനോട് എന്റെ മുടി പിന്നെ ഇപ്പൊ തൊട്ടാ മതി, അങ്ങനെ പാടിപ്പോകും. മുടി ഇങ്ങനെ കാണുന്നില്ലേ? അങ്ങനെ ഇരുന്ന മുടി ആഫ്റ്റർ ഡെലിവറി. കുഴപ്പമില്ല ഗൈസ്, ഇതൊരു നല്ല ഒരു കൊച്ചിന് വേണ്ടി അത്രയും ഡെഡിക്കേറ്റ് ചെയ്യട്ടെ നമുക്ക്. ഡെഡിക്കേറ്റ് അല്ലല്ലോ, എന്താ പറയണ. സോ
സോറിന് അത്യാവശ്യം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കായിരുന്നു അതിന്റെ ഒരു 10 ഇരട്ടി. സാധാരണക്കാട്ട് കൂടുതലുണ്ടായിരുന്നു. എന്റെ അത്യാവശ്യം ഉള്ളുണ്ടായിരുന്നു, ഇത് ഉള്ളല്ല. ഉള്ളിന്റെ ഉള്ളു തുടങ്ങി ഇങ്ങനെ രണ്ടുള്ളുള്ള മുടി ഒരുമിച്ച് ചേർത്താനുള്ള അത്ര കൂടെ ഒരു ഉള്ളുള്ള മുടി ഇത്ര ഉണ്ടെങ്കിൽ ഇത്ര. ഒന്ന് നല്ലത് കിട്ടാൻ ഒന്ന് നല്ലത് കളയേണ്ടി വരും guys. അതാണ് ഒന്ന് നല്ലത് ഓൾറെഡി ഒന്ന് വെച്ചിട്ടാണ് ഇത്ര. എന്റെ രണ്ട് വെച്ചിട്ട് ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ രണ്ടാമത്തെ പറയുമ്പോഴത്തേക്ക് ഇത്ര. അയ്യോ അതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കണില്ല guys. എന്നൊന്ന് വാഷ്റൂം പോവാൻ പോലും സമ്മതിക്കൂല guys. നേരത്തെ ഞാൻ വാഷ്റൂം പോകുമ്പോ വാഷ്റൂം പോകുമ്പോ അവന്റെ വിചാരം ഞാൻ കാണല്ലേ ഇവന്റെ ചായ ഒരെണ്ണം വേണോ അല്ലേ? ശരി ശരി. നല്ല സുനു സാഹിബ് പ്ലസ് ടു എപ്പോഴും എത്തുമ്പോ ഉണ്ടാവും. അപ്പത്തേക്ക് ഫുൾ ആലോചിച്ചു. എല്ലാം തോന്നലാണ് ഗൈസ്. ഐ എം നോട്ട് പ്ലാനിങ് ഇറ്റ് ഫോർ. ഞാനാണ് പ്ലാനിങ്. ഞങ്ങളുടെ ഒപ്പനയില് പാടുന്നൊരു താത്തയുണ്ട്, അക്സറ പേര്. അപ്പൊ ആ താത്തേന് ഇപ്പൊ പ്ലസ് 1 പ്ലസ് 2 വയസ്സ് വെച്ചിട്ടല്ലാണ്ട് ഇപ്പൊ പ്ലസ് 1 ആ താത്തേന് 1 വയസ്സുള്ള അനിയത്തി നാളെ ബർത്ത്ഡേ ആണ്. അപ്പൊ ആ കുട്ടി 10th പഠിക്കുമ്പോ ഡെലിവറി ആയി ഉമ്മ. പിന്നെ 1ാം ക്ലാസ്സിൽ പഠിക്കണ ഒരു അനിയത്തി. 1 ഇയറും 1 ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. 6 years ആയ അനിയത്തി. ലോങ് ഇതല്ലേ ഡിഫറൻസ്. അതന്നെ 6 years ആയ അനിയത്തി. അതേപോലെ പശുവിനൊന്നും കൂടെ 1 year ആണ്. നീയും ഇപ്പൊ തന്നെ ഇപ്പൊ 12 years ഡിഫറൻസ് അല്ലേ? ആ. 12 years ഡിഫറൻസ്. സൈബു അപ്പൊ 15 years ഡിഫറൻസ്. ഒന്നാമത് ഇപ്പൊ സുഖ ഹൈറ്റും വെയിറ്റും വെച്ചിട്ട് തന്നെ ഇവനായിട്ട് ഇങ്ങനെ നടക്കും. പ്ലസ് 2 കൂടെ ആകുമ്പോഴത്തേക്ക് നിന്റെ വെച്ചാണോ ഹൈറ്റും വെയിറ്റും വെച്ച്. പക്ഷെ നല്ല രസമുണ്ട് ഇവര്. വേറെ വേറെ ഏജ് അല്ലേ മൂന്നാൾക്കാരും വേറെ വേറെ സുനു 13, 7, 1.5. ഇനി ഇയർ വരാം. ഇയർ 11, 17, 23. എല്ലാരും ഓഡ്. 11, 17, 23 ഓർഡർ ഗൈസ്. 3 പേര് ഓർഡാണ്. ഓഡ് നമ്പേഴ്സ് പോലെ തന്നെയാണ്. ജൂണിൽ വരുമ്പോ 14, ഞാൻ ഓഡ് അല്ല ഈവൻ. ഏപ്രിൽ വരുമ്പോ 2. ചെയ്തോടാണ് ഇവനാണ്. ഉമ്മച്ചി ഈവൻ ഞാനും ഉമ്മച്ചി ഈവൻ. പറ എന്നാലും ഇയർ ഇല്ല